സ്ത്രീകൾക്ക് ഒരേ സമയം രണ്ട് പുരുഷന്മാരുമായിട്ട് ഒരു വൈകാരിക ബന്ധം അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മൾ രണ്ട് റിലേഷൻഷിപ്പ് ഒരേപോലെ ആയിരിക്കില്ല. രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും രണ്ടിൻ്റെയും നേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ അവർ മനസ്സിൽ കാണുന്ന സംഗതികൾ ഡിഫറെൻ്റ് ആയിരിക്കാം. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിലൂടെ കണ്ടെത്താൻ പറ്റാത്ത, അനുഭവിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സാവുന്നതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ പൊതുവെ ഉള്ള റിലേഷൻഷിപ്പിൽ അവർ തൃപ്തികരമൊക്കെ ആണെങ്കിൽ പോലും വളരെ വളരെ ഇമ്പൾസീവായിട്ട് എടുത്തുചാട്ടത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഏതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടുകയും ആ റിലേഷൻഷിപ്പിൽ പിന്നീട് ഒരു അഡിക്റ്റ് ആയിട്ട് മാറുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ പോലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിൻ്റെ കൂടെ മറ്റൊരു റിലേഷൻഷിപ്പ് കൂടി ഉണ്ടാകുമ്പോൾ അവരൊരുപാട് ആങ്സൈറ്റിയും അതേപോലെ തന്നെ കൺഫ്യൂഷനും കുറ്റബോധവും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. സ്ത്രീകളിൽ പെട്ടെന്ന് ബോണ്ട് ഉണ്ടാവുകയും ആ ബോണ്ട് മുറിക്കാൻ അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് സ്ത്രീകളിൽ രണ്ട് റിലേഷൻഷിപ്പ് ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് വീക്കാവും. ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും മറ്റ് റിലേഷൻഷിപ്പ് പലതരത്തിലും വീക്കാവാനുള്ള സാധ്യത കൂടുതലാണ്.